ജനിക്കുമ്പോൾ തന്നെ ഒരു കെട്ട് വാസനകളുമായിട്ട് നാം ജനിക്കുന്നു. കുറേ ഗുണങ്ങളുമായിട്ടാണ് നമ്മുടെ ജനനം. ഗുണങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചാണ് ഭഗവത്ഗീത വിശകലനം ചെയ്യുന്നത്. സാത്വികം, രാജസം, താമസം എന്ന 3 ഗുണങ്ങൾ. സാത്വിക ഗുണത്തിന്റെ ആധിക്യമുള്ളവരെ എളുപ്പത്തിൽ തിരിച്ചറിയാം. നന്മ നിറഞ്ഞ മനസ്സാണ് അവർക്ക്. അറിവിന് പ്രാമുഖ്യം കൊടുക്കും. എല്ലാ ഇടപാടുകളിലും ശുദ്ധി പുലർത്തും. ജീവിതം വിവേകത്താൽ നയിക്കപ്പെടും. അവർ ശാസ്ത്രീയമായി ചിന്തിക്കും. സയന്റിഫിക് ടെമ്പർ അവർക്കുണ്ടാകും. ശാന്തിയും സൗഖ്യവും വേണ്ടുവോളം ആസ്വദിക്കും, അനുഭവിക്കും. പ്രതിഫലം അവർക്കൊരു വിഷയമല്ല. ശുഭകാംക്ഷികളാണ്, വിനയശീലരാണ്, ഹിതചിന്തകരാണ്, ലോകക്ഷേമ തൽപരരാണ്, ധർമ്മബോധമുള്ളവരാണ്. അവർ വേദഗ്രന്ഥങ്ങളെ ആദരിക്കും, ദൈവചിന്തയിൽ ആനന്ദിക്കും, സൽപ്രവൃത്തികളിൽ ഏർപ്പെടും. ഒരാളെ സഹായിക്കണമെന്ന് തോന്നിയാൽ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ സഹായിക്കും. ഇതൊക്കെയാണ് സത്വഗുണക്കാരുടെ പ്രത്യേകതകൾ. ഇനി മനസ്സിന്റെ മറ്റൊരു ഗുണമാണ് രജസ്. രജോ ഗുണത്തിന്റെ ആധിക്യമുള്ളവർക്ക് തീവ്രവും ഘോരവുമായ വാസനകളായിരിക്കും. അവരിൽ ആവേശവും ആസക്തിയും അഭിനിവേശവും വലിയ അളവിൽ കാണും. ആഗ്രഹിച്ചത് നേടാനായി മത്സരിക്കും. കാര്യം നടന്നില്ലെങ്കിൽ ദേഷ്യപ്പെടും. പലപ്പോഴും മനസ്സ് അശാന്തമായിരിക്കും. ഞാനാണ് ശരിയെന്ന ഭാവത്തിൽ ജീവിക്കും. അമിതമായ ഉത്സാഹം അവർക്കുണ്ടാകും. പ്രവർത്തന മികവും കാണിക്കും. സ്വാർത്ഥപരമായി ചിന്തിക്കും. എന്തിലും ഏതിലും എനിക്കെന്ത് പ്രയോജനം എന്ന് ആലോചിക്കും. അമിതമായി അധ്വാനിക്കും. ഒരു രസത്തിന് വേണ്ടി പുതിയ പുതിയ ഏർപ്പാടുകൾ കണ്ടുപിടിക്കും. നേട്ടങ്ങളുടെ പുറകെ ഓടും. സ്വന്തം കാര്യം സാധിക്കാൻ ഏതറ്റം വരെയും പോകും. വിജയമുഹൂർത്തങ്ങൾ ആഘോഷിച്ച് പൊടി പൊടിക്കും. ജനങ്ങളുടെ ആദരവും പ്രശംസയും എങ്ങനെയെങ്കിലും പിടിച്ചുപറ്റും. ഒരു കാര്യവുമില്ലാതെ വിപുലമായ കർമ്മകോലാഹലങ്ങളിൽ ഏർപ്പെടും. പണം ചെലവാക്കാൻ ഒരു മടിയുമില്ല അവർക്ക്. ഈ മനസ്സിന്റെ 3ാമത്തെ ഗുണമാണ് തമസ്. തമോ ഗുണത്തിന്റെ ആധിക്യമുള്ളവരിൽ കാണുന്ന ചില പ്രത്യേകതകളാണ് അശുദ്ധി, അജ്ഞാനം, അന്ധവിശ്വാസം, തെറ്റിദ്ധാരണകൾ, കർമ്മവിമുഖത, പ്രമാദം, ആലസ്യം, നിദ്ര. ഇതൊക്കെ വിജ്ഞാന വൈമുഖ്യം അവർ കാണിക്കും. ഇടപാടുകളിൽ ചിട്ടയൊന്നും ഉണ്ടാകില്ല. ഒരു കീഴ്വഴക്കവും പാലിക്കില്ല. എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കും. അവർ പൊതുവെ ആചാരവിധികളെ ഒന്നും പാലിക്കില്ല. എല്ലാവരിലും ഉള്ളതാണ് ഈ 3 ഗുണങ്ങളും. ഏറ്റക്കുറച്ചിലുണ്ടാകും എന്ന് മാത്രം. ജീവിത വ്യവഹാരങ്ങളെ മുഴുവനും സ്വാധീനിക്കുന്നത് ഈ ഗുണങ്ങളാണ്. ഏത് ഗുണമാണോ അധികമായിട്ട് നിൽക്കുന്നത്, മുന്തി നിൽക്കുന്നത്, അതിന്റെ സ്വഭാവം ആ വ്യക്തി കാണിക്കും. നാം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നറിയണോ? 5-6 ചോദ്യങ്ങൾ സ്വയം അങ്ങ് ചോദിച്ചാൽ മതി. ശാസ്ത്രവാസന എനിക്കുണ്ടോ? ധാർമ്മിക മൂല്യങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണോ? അർഹതയില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ആഗ്രഹം വെച്ച് പുലർത്താറുണ്ടോ? വികാര വിക്ഷോഭത്താൽ കാര്യങ്ങൾ താറുമാറാകാറുണ്ടോ? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പ്രവണത എനിക്കുണ്ടോ? മടി പിടിച്ച് ഞാൻ സമയം പാഴാക്കാറുണ്ടോ? ഇങ്ങനെ ഒരു 5-6 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ നാം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവും. ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യമുണ്ട്. വെറും അറിവ് കൊണ്ട് മാത്രം വ്യക്തിക്ക് പൂർണ്ണത ലഭിക്കണമെന്നില്ല. അറിവിലൂടെ ശാന്തിയാണ് ലഭിക്കേണ്ടത്. ശാന്തിയും ആനന്ദവുമാണ് ജീവിതത്തിന് ധന്യത നൽകുന്നത്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഗുണങ്ങളാണ്. ഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം സത്വഗുണമാണ്. തമോ ഗുണത്തെയും രജോ ഗുണത്തെയും മറികടന്ന് സത്വഗുണത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമ്പോഴാണ് വ്യക്തിയിൽ വിവേകവും ധർമ്മബോധവും മൂല്യബോധവും പ്രകാശിക്കുന്നത്. ശാന്തിയും സൗഖ്യവും ലഭിക്കാൻ മാറ്റങ്ങൾ വരുത്തേണ്ടത് ബാഹ്യലോകത്തിലല്ല, സ്വന്തം മനസ്സിലാണ്.